നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കാസർഗോഡിന് 1ാം റാങ്കിന്റെ തിളക്കം. താരമായി അവിനാഷ്. ചെർക്കള സെക്ഷൻ പരിധിയിലെ വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. യൂത്ത് ലീഗ് പ്രവർത്തകരും വ്യാപാരികളും ഓഫീസ് ഉപരോധിച്ചു. രാജ്യം നേരിടാൻ പോകുന്നത് കടുത്ത വരൾച്ചയായിരിക്കുമെന്ന് CPCRI ഡയറക്ടർ ഡോക്ടർ ചൌഡപ്പ. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായും ചൌഡപ്പ. പരിസ്ഥിതി സംരക്ഷണത്തിന് വനിതകൾ മുന്നിട്ടിറങ്ങണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുട്ടി അഹമ്മദ് കുട്ടി. പരിസ്ഥിതി സംരക്ഷണത്തെ പ്രാർത്ഥനയായി കാണണമെന്നും കുട്ടി അഹമ്മദ് കുട്ടി. കാസിമിനും വീട്. കൈത്താങ്ങായി ഖത്തർ കൾച്ചറൽ ഫോറവും വെൽഫെയർ പാർട്ടിയും. KCN ഇംപാക്ട്. സർക്കാർ അനീതി കാണിക്കുന്നുവെന്ന് ആക്ഷേപം. 29-ന് സംസ്ഥാനത്ത് ഹോട്ടൽ പണിമുടക്ക്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ BMS. ഉപജീവനത്തിന് അന്നം തേടുന്നവരെ പെരുവഴിയിലാക്കരുതെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലം പുറത്തുവന്നു. കാസർഗോഡിന് 1ാം റാങ്കിന്റെ തിളക്കം. താരമായി അവിനാഷ്. കുമ്പള നാരായണമംഗലം സ്വദേശിയായ അവിനാഷ് പട്ടികവർഗ വിഭാഗത്തിലാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അപ്രതീക്ഷിതമായിരുന്നു അവിനാഷ് ആ വാർത്ത അറിയുന്നത്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ 1ാം റാങ്ക് അവിനാശിനാണെന്ന് ആദ്യം അറിയിച്ചത് പത്രക്കാരാണ്. മാധ്യമപ്രവർത്തകർ തിരക്കിയെത്തിയപ്പോൾ അവിനാഷ് ശരിക്കും ഞെട്ടി. ഒരിക്കലും റാങ്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്ന് ഈ 1ാം റാങ്കുകാരൻ പറയുന്നു. എഞ്ചിനീയറിംഗിന് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കാനാണ് അവിനാശിന് താൽപര്യം. പുത്തൂർ വിവേകാനന്ദ കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സ്ട്രീമിലായിരുന്നു അവിനാഷ് പ്രീ ഡിഗ്രി ചെയ്തത്. വീട്ടുകാരുടെ പ്രോത്സാഹനവും കോളേജിലെ പ്രത്യേക കോച്ചിങ്ങും വിജയത്തിന് മാറ്റുകൂട്ടിയെന്ന് അവിനാഷ് പറയുന്നു. എഞ്ചിനീയറിംഗിലെ ഇൻട്രസ്റ്റ്, സർക്യൂട്ട്സ്, അങ്ങനെ. ഏത് മേഖലയിലാണ് താല്പര്യം? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഭാവിയിൽ ഏത് തരത്തിലുള്ള എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഏത് മേഖലയിലാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ടെലികമ്മ്യൂണിക്കേഷൻ. കുമ്പള നായിക്കാപ്പിലെ നാരായണമംഗലം സ്വദേശിയായ അവിനാഷ് ഈശ്വരകുട്ടിയ വസന്തി ദമ്പതികളുടെ ഇളയ മകനാണ്. സഹോദരി അക്ഷത പടനക്കാട് കാർഷിക കോളേജിൽ 3ാം വർഷ BSc വിദ്യാർത്ഥിനിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വനിതകൾ മുന്നിട്ടിറങ്ങണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുട്ടി അഹമ്മദ് കുട്ടി പറഞ്ഞു. വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി കാസർഗോട്ട് നടത്തിയ പരിസ്ഥിതി സൗഹൃദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി നാശം മനുഷ്യന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായ സാഹചര്യത്തിൽ നാടിനെ പച്ചപ്പണിയിക്കാൻ വനിതകൾ മുന്നിട്ടിറങ്ങണമെന്ന് കുട്ടി അഹമ്മദ് കുട്ടി പറഞ്ഞു. എനിക്ക് വളരെ വ്യക്തമായി ആധികാരികമായി തന്നെ പറയാൻ കഴിയും, വനിതാ പ്രസിഡന്റുമാര് ആണുങ്ങളെക്കാൾ മുമ്പിലാണ്. അത് ഒരു വ്യക്തമായി പറയാൻ കഴിയും. എന്റെ നിയോജക മണ്ഡലത്തിലെ വനിതാ പ്രസിഡന്റുമാര് അവർ കൊണ്ടുവരുന്ന പ്രൊജക്ടുകൾ എന്റെ നിയോജക മണ്ഡലത്തിലെ പല പദ്ധതികളും കൊണ്ടുവരുമ്പോൾ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ഈ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നന്നായി നിർവഹിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടാവും. സംസ്ഥാന പ്രസിഡന്റ് ഖമറുന്നീസ അൻവർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രമേശ് കാവിൽ ക്ലാസ് എടുത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലി, അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, A അബ്ദുൾ റഹ്മാൻ, A ഹമീദ് ഹാജി, MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള, മൊയ്തീൻ കൊല്ലമ്പാടി, ആയിഷത്ത് താഹിറ, PP നസീമ, കുഞ്ഞഹമ്മദ് പുഞ്ചാവി എന്നിവർ സംസാരിച്ചു. ചെർക്കള സെക്ഷൻ പരിധിയിലെ വൈദ്യുതി മുടക്കത്തിനെതിരെയും ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിനെതിരെയും യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. ചെർക്കള സെക്ഷൻ 3ആയി വിഭജിക്കുക, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒഴിവ് നികത്തുക, പുതുതായി സ്ഥാപിച്ച ട്രാൻസ്ഫോമറുകൾ അടിയന്തരമായി കമ്മീഷൻ ചെയ്യുക, ഉപഭോക്താക്കളിൽ നിന്നും അനാവശ്യ ഡെപ്പോസിറ്റുകൾ വാങ്ങുന്നത് ഒഴിവാക്കുക, ജീവനക്കാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിന് തദ്ദേശീയർക്ക് മുൻഗണന നൽകുക, അകാരണമായി മുന്നറിയിപ്പ് കൂടാതെയുള്ള കറന്റ് കട്ട് അവസാനിപ്പിക്കുക, ഉപഭോക്തൃ സേവനം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഓഫീസ് ജനങ്ങളുടെ കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം വികാരപരമായ സമീപനം സ്വീകരിച്ചാൽ അവശ്യ വസ്തുവായ വൈദ്യുതി എങ്ങും കിട്ടാതെ ജനജീവിതം ദുസ്സഹമാകുന്ന പ്രയാസകരമായ അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാകും. അത് മാറ്റിയെടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് യാഥാർത്ഥ്യത്തോടുകൂടി നിർവഹിക്കാൻ
ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ചെർക്കള അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ചെങ്കള പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സന്തോഷ് നഗർ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ അബ്ദുസമദ്, യൂത്ത് ലീഗ് ചെങ്കള ട്രഷറർ സി ടി റിയാസ്, യൂത്ത് ലീഗ് ആക്ടിംഗ് പ്രസിഡന്റ് മാലിക് ചെങ്കള, ഹാരിസ് പട്ല, നാസർ ചായന്റടി, ഹാരിസ് തായൽ, കബീർ ചെർക്കള, ഹാഷിം ബംബ്രാണി, പി ടി എ റഹ്മാൻ, ഇബ്രാഹിം നെല്ലിക്കട്ട, ബഷീർ നാൽത്തടുക്ക എന്നിവർ സംസാരിച്ചു. തുടർച്ചയായുള്ള വൈദ്യുതി മുടക്കത്തിനെതിരെ വ്യാപാരികൾ രംഗത്ത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെർക്കള വൈദ്യുതി ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ചെർക്കള സെക്ഷന്റെ പരിധിയിൽ വൈദ്യുതി മുടക്ക് പതിവാകുന്നു. 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് വൈദ്യുതി ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടുമെങ്കിലും നീണ്ട മണിക്കൂറുകളോളം വൈദ്യുതി ലഭിക്കാറില്ല. ഇത് പ്രദേശവാസികളെയും കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു. മുളിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും ബോവിക്കാനത്തും തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പൂർണ്ണമായും പരിഹരിക്കുക, ബോവിക്കാനം ആസ്ഥാനമായി വൈദ്യുതി സെക്ഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുക, കൂടുതൽ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ച് മുളിയാറിലെ വോൾട്ടേജ് പ്രശ്നത്തിന് പരിഹാരം കാണുക, മുളിയാറിനോടുള്ള വൈദ്യുതി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോസ് തയ്യിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കുടിശ്ശികയെ കുറിച്ച് കേൾക്കാൻ അറിയാമായിരിക്കും. 3000 കോടി രൂപയാണ് കഴിഞ്ഞ കൊല്ലം ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുക്കാനുള്ളത്. നിങ്ങളുടെ ആരുടെയും കടയിൽ ഒരു ബില്ല് അടച്ചില്ലെങ്കിൽ ഇവർ ഉടനെ വന്നിട്ട് ഫീസ് ഈ ഉദ്യോഗസ്ഥൻ പുരിയല്ല നിങ്ങളുടെ കടയിൽ വന്ന് ബില്ലടച്ചില്ലെങ്കിൽ ഇവർ ഉടനെ വന്നിട്ട് നിങ്ങളുടെ ഫീസ് ഊരിയിട്ട് പറയും ബില്ലടച്ചില്ല, ബില്ലടച്ചിട്ട് കൊണ്ടുവന്ന് കാണിച്ചാൽ ഫീസ് കൊണ്ടുവന്ന് കിട്ടിത്തരാമെന്ന് പറയും. അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് നിയമം നടപ്പിലാക്കുന്ന ഈ ബോർഡ് കേരളത്തിൽ 3000 കോടി രൂപ കുടിശ്ശിക പിടിച്ചു വെച്ചിരിക്കുന്നത്. വാട്ടർ സപ്ലൈ ഗവൺമെന്റിന്റെ സാധനമാണ്. നമുക്ക് വെള്ളം തരുന്ന വാട്ടർ സപ്ലൈ 254 കോടി രൂപ അടയ്ക്കാനുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ ഏതാണ്ട് 300 കോടി രൂപ അടയ്ക്കാനുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഏതാണ്ട് 450 കോടിയോളം പൈസ അടയ്ക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആര് പൈസ അടയ്ക്കുന്നത്? ബോവിക്കാനം യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PMM അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹംസ ചോയ്സ് സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് ട്രഷറി ഭാസ്കരൻ ചേടിക്കാന നന്ദി പ്രകാശിപ്പിച്ചു. ചെർക്കള യൂണിറ്റ് പ്രസിഡന്റ് ഷരീഫ്, സെക്രട്ടറി അശോകൻ നമ്പ്യാർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. രാജ്യം നേരിടാൻ പോകുന്നത് കടുത്ത വരൾച്ചയായിരിക്കുമെന്ന് CPCRI ഡയറക്ടർ ഡോക്ടർ ചൌഡപ്പ പറഞ്ഞു. CPCRIയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് വരാനിരിക്കുന്നത് കൊടും വരൾച്ചയാണെന്നും കർഷകർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കോടികളുടെ വിളനാശം സംഭവിക്കുമെന്നും CPCRI ഡയറക്ടർ ഡോക്ടർ ചൌഡപ്പ പറഞ്ഞു. കാസർകോട്ട് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് കാലവർഷം സംബന്ധിച്ച സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എല്ലാ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിളനാശം ഒഴിവാക്കാൻ എന്തെല്ലാം നടപടി സ്വീകരിക്കണമെന്ന കാര്യം ഡയറക്ടർ വിശദീകരിച്ചു. വിളനാശം ഒഴിവാക്കാൻ കർഷകർ ഇപ്പോൾ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. പ്രധാനമായും തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയ വിളകൾക്കാണ് വിളനാശം സംഭവിക്കാൻ സാധ്യതയുള്ളത്. തെങ്ങിന് കൂമ്പുചീയൽ രോഗവും കവുങ്ങിന് മഹാളി രോഗവും കൊക്കോയ്ക്ക് കായചീയൽ അഥവാ കരിങ്കായ രോഗവുമാണ് കണ്ടുവരുന്നത്. Today the farmers mainly go for horticulture crops due to the high profitability. So last year the horticulture production is around 268 million tons. Our grain production only 254. So the horticulture production has surpassed the grain production mainly because of a high profitability and good support from the research institutes. So the plantation crops are a integral part of the horticulture. So plantation crops are being grown even though less than a 2% area. Less than 2% area are being grown. Our total exports will be to the tune of 3,700 crores. This is the biggest amount is being realized through exports. The plantation crops are contributing a major amount to the GDP of the agriculture. So having said this, the plantation crops are mainly grown in high humid tropic areas. Now, major crops the CPCRI is dealt with coconut, arecanut and cocoa. So we want to concentrate only these 3 crops only plus cropping systems. മഹാളി രോഗത്തിന് ബോഡോ മിശ്രിതം മഴയ്ക്ക് മുമ്പ് തന്നെ തളിക്കുക എന്നതാണ് രോഗം വരാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത്. കൂമ്പുചീയൽ രോഗം കണ്ടുവരുന്ന തെങ്ങിന്റെ മണ്ടയിൽ മാങ്ങോസം എന്ന ജൈവ കീടനാശിനി 5 ഗ്രാം വീതമുള്ള 2 സാഷെ പാക്കറ്റുകളിൽ തിരിയോലയുടെ കവിളുകളിൽ വെക്കണം. മലയോര പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത്തരം രോഗങ്ങൾ കണ്ടുവരുന്നത്.
കൊക്കോയുടെ കായചീയൽ രോഗത്തിനും ജൈവ കീടനാശിനി ഫലപ്രദമാണ്. വരൾച്ച തടയാൻ മണ്ണിന്റെ ജലാംശം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനവും നടത്തണം. മഴക്കൊയ്ത്തും നീർത്തടാധിഷ്ഠിത പ്രവർത്തനങ്ങളും നടത്തുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ അവബോധം വളർത്തുന്നതിന് CPCRI എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായ ബോധവൽക്കരണ ക്ലാസുകളും നൽകുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ CPCRI ഡയറക്ടറെ കൂടാതെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ KP ഹെബ്ബാർ, ഡോക്ടർ മുരളീധര, ഡോക്ടർ അനിത കരുൺ, ഡോക്ടർ തമ്പാൻ എന്നിവരും സംസാരിച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് കാസർഗോട്ട് നടന്നു. 38 പരാതികൾ പരിഗണിച്ചു. സംസ്ഥാനത്ത് അറബിക് സർവകലാശാല സ്ഥാപിക്കണമെന്ന് കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M. ബീരാൻകുട്ടി, അംഗം അഡ്വക്കേറ്റ് VV ജോഷി എന്നിവരാണ് സിറ്റിംഗ് നടത്തിയത്. സിറ്റിംഗിൽ 6 പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു. മൊത്തം 35 പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത്. പുതിയ 3 പരാതികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് അറബി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിനുള്ള പ്രപ്പോസൽ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലെത്തിയിരുന്നുവെങ്കിലും ധനകാര്യ മന്ത്രാലയം തടയുകയായിരുന്നു. വ്യാജരേഖ ഹാജരാക്കി മഞ്ചേശ്വരം ധർമ്മനഗരത്തിലെ അൺഎയ്ഡഡ് സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുന്നതിന് അംഗീകാരം നേടിയെന്ന അബ്ദുൽ ഖാദർ പാലോത്തിന്റെ പരാതി കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചു. പോലീസ് തന്റെ ഭർത്താവിനെതിരെ കേസെടുത്ത് നിരന്തരം പീഡിപ്പിക്കുന്നുവെന്ന യുവതിയുടെ പരാതിയിൽ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിക്ക് നോട്ടീസ് അയച്ചു. മഞ്ചേശ്വരം SAT സ്കൂളിലെ പ്രിൻസിപ്പൽ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ, ഹെഡ് മിസ്ട്രസ് എന്നിവർ ഹാജരായി വിശദീകരണം നൽകി. കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ ടീച്ചർക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും കമ്മീഷൻ നോട്ടീസ് നൽകും. ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ കളക്ടറുടെ അംഗീകാരം വേണമെന്ന നിർദ്ദേശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയും കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചു. കാലുകൾ തകർന്നിട്ടും കുഞ്ഞുമക്കളെ പോറ്റാൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന കാസിമിനും വീട്. കൈത്താങ്ങായി ഖത്തർ കൾച്ചറൽ ഫോറം വെൽഫെയർ പാർട്ടിയും മുന്നിട്ടിറങ്ങി. KCN ഇമ്പാക്ട്. ഒടുവിൽ കാസിമിന്റെ ദുരിതത്തിനും അറുതിയാവുന്നു. കാസിമിനും കുഞ്ഞുമക്കൾക്കും ആശ്വാസത്തിന്റെ മേൽക്കൂരയൊരുക്കാൻ മുന്നോട്ട് വന്നത് ഖത്തർ കൾച്ചറൽ ഫോറവും വെൽഫെയർ പാർട്ടിയുമാണ്. കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും വിശ്രമിക്കാനാവാതെ കുഞ്ഞുമക്കളെ പോറ്റാൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന കാസിമിന്റെ ദുരിതകഥ ഓരോ മനസ്സിനെയും പിടിച്ചുലക്കിയിരുന്നു. 1 മാസം മുമ്പാണ് KCN ഈ വാർത്ത പുറത്തുവിട്ടത്. ഒടുവിൽ വെൽഫെയർ പാർട്ടിയുടെ കീഴിലുള്ള ഖത്തർ കൾച്ചറൽ ഫോറം നന്മയുടെ കൈത്താങ്ങായി കാസിമിന്റെ മുന്നിലെത്തുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപയും വീട് നിർമ്മാണത്തിന് കരുത്താകും. ഏറ്റെടുത്ത നിമിഷത്തിൽ തന്നെ പ്രവൃത്തി തുടങ്ങുകയും ചെയ്തു. വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം ധന്യമായ ചടങ്ങിൽ കാസിമിനെയും കുഞ്ഞുമക്കളെയും സാക്ഷി നിർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CH മുത്തലിബ്, PK അബ്ദുള്ള, K രാമകൃഷ്ണൻ, പഞ്ചായത്ത് ഘടകം സെക്രട്ടറി ഇസ്മായിൽ മൂസ, അഡ്വക്കേറ്റ് MCM അക്ബർ, ആരിഫ് മുഗ്രാൽ എന്നിവരും സന്നിഹിതരായിരുന്നു. 2 കാലുകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും വിശ്രമിക്കാനാവാതെ രാവിലെ മുതൽ സന്ധ്യ വരെ ഓട്ടോ ഓടിക്കുന്ന കാസിം ആളുകൾക്ക് കൗതുകവും ഒപ്പം സങ്കടവുമായിരുന്നു. തന്റെ വാടകമുറിയിലേക്ക് ഓട്ടോറിക്ഷ പോവില്ല, ഇപ്പുറത്ത് നിർത്തി വേണം റൂമിലെത്താൻ. അതുകൊണ്ട് തന്നെ രാവിലെ കുഞ്ഞുമക്കൾ കൈപിടിക്കും. വൈകിട്ട് മുറ്റത്തെത്തി ഹോണടിക്കുമ്പോൾ മക്കൾ വാക്കിംഗ് സ്റ്റിക്കുമായി ഓടിവരുന്ന ചിത്രം നൊമ്പരപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ജീവിതകാലം മുഴുവൻ ഓട്ടോ ഓടിച്ചാലും സ്വന്തമായൊരു വീട് എന്നത് വിദൂര സ്വപ്നമായിരുന്ന കാസിമിന് ഇത് പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദത്തിന്റെ നിമിഷമാണ്. സേവനത്തിന്റെ വഴിയിൽ നന്മകൾ അടയാളപ്പെടുത്തിയ വെൽഫെയർ പാർട്ടിയും അതിന്റെ കീഴ്ഘടകങ്ങളും ഒരിക്കൽ കൂടി കനിവിന്റെ പൊഴിയായി മാറുന്ന ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എബി കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർക്കാർ അനീതി കാണിക്കുന്നുവെന്ന ആക്ഷേപം. 29-ന് സംസ്ഥാനത്ത് ഹോട്ടൽ വ്യാപാരികൾ പണിമുടക്കും. വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഹോട്ടൽ ഭക്ഷണത്തിന് വില ഏകീകരണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഹോട്ടലുകൾ അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇങ്ങനെ ഒരു നിജപ്പെടുത്തിയ ഒരു വിലയില്ല. ഞങ്ങൾ ഇന്ന് മാർക്കറ്റ് പോകുമ്പോൾ, ഇന്നലെ മാർക്കറ്റ് പോകുമ്പോഴുള്ള വിലയല്ല ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു യാതൊരു ഇത് ഇല്ലാതെ ഞങ്ങൾ മാത്രം ആ ഒരു റേറ്റിന് പോകണം എന്ന് പറയുമ്പോൾ അതൊരു പൊരുത്തപ്പെടാത്തൊരു സംഗതിയാണ്. അതിന് ഞങ്ങൾ ഈ സമര മാർഗങ്ങൾ ഈ 29-ന് സെക്രട്ടറി നാളിൽ ധർണയുണ്ട്. വില ഏകീകരണം കൊണ്ടുവന്നാൽ ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിലാകും. ഇത് പാക്കറ്റ് ഭക്ഷണങ്ങൾക്ക് വഴി തുറക്കും. തട്ടുകടയിലടക്കം ആരോഗ്യത്തിന് അപകടകരമായ ഭക്ഷണ സംസ്കാരം നിലവിലുണ്ടായിട്ടും സർക്കാർ നടപടികൾ എടുക്കുന്നില്ല. പകരം ചെറുകിട കച്ചവടക്കാരുടെ കഴുത്തറുക്കുന്നു. മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാതെയാണ് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില ഏകീകരിക്കാനായി സർക്കാർ തീരുമാനിക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC ബാവ, ജില്ലാ സെക്രട്ടറി നാരായണൻ പൂജാരി, വർക്കിംഗ് പ്രസിഡന്റ് N അബ്ദുള്ള, ജില്ലാ ട്രഷറർ KH അബ്ദുള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് AK ബഷീർ എന്നിവർ സംസാരിച്ചു.
കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നുവെന്ന് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് KSUവിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് KSU ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം KSU ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ ആകമാനം അവരുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു വേദിയാക്കി മാറ്റുവാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് നടന്നു വരുന്നത്. കേവലം ഒരു വർഷം മാത്രമായ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്ന നാളുകൾ മുതൽ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റിക്കകത്ത് അതുപോലെയുള്ള നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് BJPയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കുവാനുള്ള ആസൂത്രിത ശ്രമം എന്ന നിലയിൽ ആ സ്ഥാപനങ്ങൾക്കകത്ത് അവരുടെ സെൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് യോഗ്യതയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് BJP അനുഭാവികളായ ആളുകളെ ഇത്തരം സ്ഥാപനങ്ങളുടെ വെള്ളക്കാർക്കത്തിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഗോകുൽ ഇരിയ അധ്യക്ഷനായി. രാഹുൽ രാംനഗർ, അഖിൽ അയ്യങ്കാവ്, സിദ്ധാർത്ഥ്, ദീപു കല്യോട്ട്, VV സുഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ BMS. ഉപജീവനത്തിന് അന്നം തേടുന്നവരെ പെരുവഴിയിലാക്കരുതെന്നും BMS ആവശ്യപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് BMS പ്രവർത്തകർ കാസർഗോഡ് നഗരസഭയ്ക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കാസർഗോഡ് ടൗണിൽ വഴിയോര വാണിഭം നടത്തി ഉപജീവനം കഴിക്കുന്ന അവശരും വൃദ്ധരും മറ്റു തൊഴിൽ മേഖലയിൽ ഏർപ്പെടാൻ സാധിക്കാത്തവരുമായ തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണമെന്നും വഴിവാണിഭക്കാരുടെ പുനരധിവാസത്തിനായി അവർക്ക് കച്ചവടം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഇടം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഭാരതീയ മസ്ദൂർ സംഘിന്റെ ധർണ. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം BMS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന് ഭക്ഷണം വാങ്ങിക്കഴിക്കണമെങ്കിൽ തട്ടുകടയിലാണ് പോകുന്നത്. കാസർഗോഡ് നഗരസഭയിലെ പല ഉദ്യോഗസ്ഥന്മാരും തൊട്ടടുത്ത തട്ടുകടയിൽ പോയി ചായ കുടിക്കുന്ന നിത്യ കാഴ്ചയാണ്. അങ്ങനെയുള്ള കാഴ്ചയുടെ സമയത്താണ് ടൗണിൽ കച്ചവടം നടത്തുന്ന സാധാരണക്കാരനെ കുടിയിറക്കാൻ വേണ്ടി ഇവിടുത്തെ അധികാരികൾ ഓടുന്നില്ല. ഒരു ജില്ലയിലെ ഉന്നത അധികാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പല അധികാരികളെയും ബന്ധപ്പെട്ടു. അപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാനിട്ട ഷർട്ട് 500 രൂപയ്ക്ക് വാങ്ങിച്ച ഷർട്ടാണ് ഡൽഹിയുടെ മാർക്കറ്റിൽ നിന്ന്. അതൊരു കടയിൽ പോയി വാങ്ങിച്ചാൽ അതിന് 1500 2000 രൂപ വരുന്ന ആ ഷർട്ടിന് വഴിയോര കച്ചവടക്കാരെന്ന് ഞാൻ വാങ്ങിച്ചത് 500 രൂപയ്ക്കാണ്. അത് ഭാരതത്തിലെ മുഴുവൻ അധികാരികൾക്കും അറിയാമെന്ന് BMS മേഖലാ പ്രസിഡന്റ് K നാരായണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ, ജോയിന്റ് സെക്രട്ടറി വിശ്വനാഥൻ A കേശവ, M റഫീഖ്, ദിനേശ്, രബീഷ്, B ശശിധരൻ, അശോകൻ എന്നിവർ സംസാരിച്ചു. ഭവനശ്രീ വായ്പാ കുടിശ്ശിക വിതരണം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. കുടുംബശ്രീ നടപ്പാക്കുന്ന ഭവനശ്രീ പദ്ധതിയിൽ വായ്പാ കുടിശ്ശികയായ 72 ലക്ഷം രൂപ ജില്ലയിലെ 10 സഹകരണ ബാങ്കുകൾക്കാണ് വിതരണം ചെയ്തത്. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ ഇതിന്റെ ആനുകൂല്യം 256 ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. ജില്ലയിൽ ഭവനശ്രീ വായ്പകൾ കുടിശ്ശികയായി ബാങ്കുകൾക്ക് നൽകാനുള്ളത് 1,20 ലക്ഷം രൂപയാണ്. ഇതിൽ 72 ലക്ഷം രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. ബാക്കി തുക ബാങ്കുകൾക്ക് 6 ഗഡുക്കളായി നൽകും. ഇതിനുള്ള കരാർ ബാങ്കുകളും കുടുംബശ്രീയും സംസ്ഥാന സർക്കാരും ഒപ്പുവെച്ചു. ജില്ലയിലെ ഭവനശ്രീ ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ പണയപ്പെടുത്തിയ ആധാരം ബാങ്കുകൾ തിരിച്ചു നൽകുകയും ചെയ്യും. വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. മഞ്ചേശ്വരം തൂമിനാട് കുക്കാച്ചയിലെ സുരയ്യയാണ് മരിച്ചത്. അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സൈനബത്ത് സുരയ്യാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു മരണം. തൂമിനാട് കുക്കാജെ പള്ളിക്ക് സമീപത്തെ ബഷീർ സുലൈഖ ദമ്പതികളുടെ മക്കളാണ് മരിച്ചത്. 1 വർഷത്തോളം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. സുഹൈൽ, സവാദ്, അഫ്സിയ എന്നിവരാണ് സഹോദരങ്ങൾ. വാർത്തകൾ ചുരുക്കത്തിൽ. ഡോക്ടറെ കാണാൻ പോയ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. കമ്പാർ ബെല്ലിന് സമീപത്തെ സാറയാണ് മരിച്ചത്. മംഗലാപുരത്തെ ആസ്പത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴായിരുന്നു സംഭവം. ചാത്തങ്കയിൽ തീവണ്ടി തട്ടി മരിച്ചവരെ തിരിച്ചറിഞ്ഞു. ബാഡൂരിലെ അബ്ദുല്ല, കോയിപ്പാടിയിലെ അബ്ദുൽ ഖാദർ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വീട്ടിൽ സൂക്ഷിച്ച വിദേശ മദ്യം പിടികൂടി. ചെന്നിക്കരയിലെ ദിനേശിനെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായി PCM ആസിഫിനെ തെരഞ്ഞെടുത്തു. വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് ആസിഫിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. മികവിന്റെ പ്രദർശനവും സ്നേഹവും പങ്കിട്ട് പെരിയ മഹാത്മാ ബഡ്സ് സ്കൂളിന്റെ 4ാം വാർഷികാഘോഷം. വിവിധ പരിപാടികൾ അരങ്ങേറി.
വിജയകഥകൾ പങ്കുവെച്ച് മഹാത്മാ ബഡ് സ്കൂൾ വാർഷികാഘോഷം നടന്നു. വിഷമഴ പെയ്ത പുല്ലൂർ പെരിയയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുട്ടികളാണ് ഇവിടെ പഠനം നടത്തുന്നത്. വൈകല്യങ്ങളെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരുടെ ഒത്തുകൂടലിനുള്ള വേദിയായി മഹാത്മാ ബഡ് സ്കൂൾ വാർഷികാഘോഷം മാറുകയുണ്ടായി. ബഡ് സ്കൂളിലെ പഠനം മക്കളിലുണ്ടാക്കിയ മാറ്റങ്ങൾ രക്ഷിതാക്കൾ അനുഭവം പങ്കുവെക്കുന്ന വേദിയിൽ വിവരിക്കുകയുണ്ടായി. വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലേക്ക് 10 മണിക്ക് എത്തിക്കാനുള്ള വലിയ ഒരു ബുദ്ധിമുട്ട്, പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള വാഹനം പുറത്തേക്ക് വരാൻ നമുക്ക് സാധിക്കാത്തത്. ഇത് ഞാൻ ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ ശ്രദ്ധയിൽ ഈ സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് ജീപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കല്യാണി അധ്യക്ഷയായി. കുടുംബശ്രീ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക, വിജയൻ, വാർഡംഗങ്ങളായ വിനോദ് കുമാർ പള്ളയിൽ വീട്, AV നാരായണൻ, MJ ലത, P മാധവൻ, ഡോക്ടർ മുഹമ്മദ് അഷീൽ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് മുസ്തഫ പാറപ്പള്ളി സ്വാഗതവും പ്രിൻസിപ്പൽ ദീപ പേരൂർ നന്ദിയും പറഞ്ഞു. തുടർന്ന് മാതൃസംഗമവും നടന്നു. ഡോക്ടർ മുഹമ്മദ് അഷീലുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. അമ്മമാരുടെ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കാസർഗോഡിന് 1ാം റാങ്കിന്റെ തിളക്കം, താരമായി അവിനാഷ്. ചെർക്കള സെക്ഷൻ പരിധിയിലെ വൈദ്യുതി മുടക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. യൂത്ത് ലീഗ് പ്രവർത്തകരും വ്യാപാരികളും ഓഫീസ് ഉപരോധിച്ചു. രാജ്യം നേരിടാൻ പോകുന്നത് കടുത്ത വരൾച്ചയായിരിക്കുമെന്ന് CPCRI ഡയറക്ടർ ഡോക്ടർ ചൌഡപ്പ. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായും ചൌഡപ്പ. പരിസ്ഥിതി സംരക്ഷണത്തിന് വനിതകൾ മുന്നിട്ടിറങ്ങണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുട്ടി അഹമ്മദ് കുട്ടി. പരിസ്ഥിതി സംരക്ഷണത്തെ പ്രാർത്ഥനയായി കാണണമെന്നും കുട്ടി അഹമ്മദ് കുട്ടി. കാസിമിനും വീട്, കൈത്താങ്ങായി ഖത്തർ കൾച്ചറൽ ഫോറവും വെൽഫെയർ പാർട്ടിയും. KCN ഇംപാക്ട്. സർക്കാർ അനീതി കാണിക്കുന്നുവെന്ന് ആക്ഷേപം. 29-ന് സംസ്ഥാനത്ത് ഹോട്ടൽ പണിമുടക്ക്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ BMS. ഉപജീവനത്തിന് അന്നം തേടുന്നവരെ പെരുവഴിയിലാക്കരുതെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.